ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്. ഞാനങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണം, വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാരോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണൻ. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാരോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാരോഗിയായിരുന്നു. ആസ്മാരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ, അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാകും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് പതിവ്. വായനശാലയിൽ നിന്ന് 2 പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും. അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് അന്ന് 33 വയസ്സേ ഉള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയത് എന്തും വായിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്ന, സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചെന്നേ ഉള്ളൂ, എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീ ഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ്, അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 70കളിലൊക്കെ വളരുന്ന ആളുകൾക്ക് സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവൽ എടുത്ത് തന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്,
അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2 3 തവണ വായിക്കണം. എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16 വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേയും കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 വർഷമാണ് UC കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന് അലക്സാണ്ടർ സോൾട്ടനിറ്റ്സിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾട്ടനിറ്റ്സിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് റീഡ് സോൾട്ടനിറ്റ്സൺ, ഇറ്റ്സ് ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾട്ടനിറ്റ്സിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നു. പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്നൊരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പക്ഷേ പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി. കഷ്ടിച്ചൊരു 1-1.5 വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേയും കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മൾ അതുവരെ വായിച്ച് വളർന്ന അല്ലെങ്കിൽ വായിച്ച് ശീലിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ പുതുമൈപ്പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥകൾ ആ കാലത്താണ് വായിച്ചത്. അപ്പോൾ പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. ഞാൻ തമിഴ് ഒരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴെന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈപ്പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമ്മൾക്കത് വിശദീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ VK-ൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളൂ. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. ഇപ്പോൾ തമിഴ് അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറയുന്നത്. കുറച്ചൊരു വലിയ പുസ്തകമാണ്, അതിലിഷ്ടമുള്ള അത്ര കഥകൾ വായിക്കാം. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ, വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ. ഓപ്പൺ ഫോറം.
തുറസിന്റെ തുറമുഖങ്ങൾ